ഫർജിൽ മാക്കുറ്റി, ഇപ്പോൾ ശബരിമലയുമായി ബന്ധമുള്ളവർ പറഞ്ഞത് കേട്ടല്ലോ. ഇതിൽ യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പ്രതി ഇതിൽ തന്ത്രിയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തന്ത്രിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അത്രയും ആരോപണങ്ങൾ ഇല്ല എന്ന് തോന്നുന്നു. അത് വിശ്വാസികൾ തിരിച്ച് ചിന്തിച്ചാലോ എന്ന് ഭയന്നിട്ടാണോ? സുമതി, ഏതാൾ തന്ത്രി തെറ്റ് ചെയ്താൽ തന്ത്രിയായാലും മന്ത്രി തെറ്റ് ചെയ്താൽ മന്ത്രിയായാലും ശിക്ഷിക്കപ്പെടുന്നുള്ളതാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇത്തരത്തിലേക്ക് ഇത് വഴിതിരിച്ച് വിടാനുള്ള കാരണം, ഇത്രയും വലിയ കളവ് നടത്തി ജയിലിൽ കിടന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നമുക്കറിയാൻ സാധിക്കും, ഇപ്പം ആചാര ലംഘനം നടത്തി എന്നൊക്കെ പറയും. കൊടുങ്ങല്ലൂർ ക്ഷേത്രവും അതോടെ വരാഹ ക്ഷേത്രത്തിലുമൊക്കെ ഈ വാജിവാഹനം എന്ന് പറയുന്നത് ഹൈക്കോടതി തന്നെ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത്തരം വിധി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ശബരിമല ആയാലും ഏത് ക്ഷേത്ര തന്ത്രിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുള്ള ആളാണ്. ദേവസ്വം ബോർഡിനേക്കാൾ ആചാരപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. ഇപ്പം നിലവിൽ നമുക്കറിയാം, ആചാര ലംഘനം നടത്തി സ്ത്രീപ്രവേശം നടത്തുമ്പോഴും തന്ത്രി എടുത്ത നിലപാടെന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്ത്രി പറയുന്ന കാര്യമാണ് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ അവിടെ ഈ പറയുന്ന ഈ വാജിവാഹനം കൈമാറുന്ന സമയത്ത് CPM-ന്റെ മെമ്പറായിട്ടുള്ള മുൻ MLA PK കുമാരൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ പറയുന്ന ASP കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വാജിവാഹനം അദ്ദേഹത്തിന് കൈമാറിയത്. ആ വാജിവാഹനം അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പോലീസ് ഇത് ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഭയമില്ലല്ലോ. അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തട്ടെ. പിന്നെ അഷ്ടദിക് പാലകർ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നുള്ളതാണ്. അജയ് തറയിലും അതോടൊപ്പം തന്നെയുള്ള അന്നത്തെ ഈ പറയുന്ന ദേവസ്വം ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഇത് കൈമാറിയെന്നും അതിന് മിനിറ്റ്സ് ഉണ്ടെന്നും ആ സ്ട്രോങ് റൂമിൽ ഈ പറയുന്ന അഷ്ടദിക് പാലകർ ഉൾപ്പെടെ അവിടെ കൃത്യമായി വെച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അന്വേഷിക്കട്ടെ. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഈ പറയുന്ന 2019 തൊട്ട് 2025 വരെ നടന്ന സ്വർണ്ണക്കൊള്ളയാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം. ആ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുന്നവർ CPM-ന്റെ നേതാക്കന്മാരാണ്. 2016 ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കൊടിമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയോ തട്ടിപ്പോ നടന്നെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അതിനകത്ത് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ KP ശങ്കർദാസ് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് മെമ്പർ ഉൾപ്പെടെ ജയിലിൽ കിടക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള CPM-ന്റെ നേതാവായിട്ടുള്ള മുൻ MLA അദ്ദേഹം അന്തരിച്ചു പോയി. അദ്ദേഹം ഉൾപ്പെടെ പ്രതിയാണ്ട് കാര്യമല്ലേ. അപ്പോൾ അതിനകത്ത് തന്ത്രി പറയുന്ന കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊടിമര സ്ഥാപിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഈ സ്വർണം കട്ടവരെ സംരക്ഷിക്കാനാണ് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ കാര്യത്തിനകത്ത് CPM തന്നെയാണ്, ഇടതുപക്ഷം തന്നെയാണ്, ഈ പറയുന്ന ആളുകൾ തന്നെയാണെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇവർ ജയിലിൽ കിടന്നിട്ട് പോലും ആ ജയിലിൽ കിടക്കുന്നവർക്കെതിരായി ഒരു നടപടി സ്വീകരിച്ചോ? ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM നേതാക്കന്മാർ ആരും ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അത് പീഡനത്തിൽപ്പെട്ട തീവ്രത ഇളക്കും. ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ കോടതി ശിക്ഷിച്ചാലും പാർട്ടി കോടതി ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയും. ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന വിദ്വാൻമാരെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യ സമര കാലത്തും ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പറയുന്നു. ആര്? സ്വർണം കട്ട് ജയിലിൽ കിടക്കുന്നവരെ. ഇപ്പോൾ CPM-ന് ഇത് ബോധ്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്? ഈ പറയുന്ന ഈ വാസുവും പത്മകുമാറും മാത്രമല്ല എന്നുള്ളതും ഈ പറയുന്ന നേതാക്കന്മാർ, ഏറ്റവും ഒടുവിൽ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെയാണ് പോറ്റിയതെന്നും ആ പോറ്റിയുമായി ബന്ധം സ്ഥാപിച്ച് പ്രശാന്ത് ഉൾപ്പെടെ വീണ്ടും അയാളെ ക്ഷണിച്ചു വരുത്തിയതൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 2007 ഈ പോറ്റി അവിടെ കയറിയതെന്നും എന്നത് കൃത്യമായ തെളിവ് വന്നിട്ടുണ്ട്. പക്ഷേ 2007 കയറ്റിയ പോറ്റി എങ്ങനെയാണ് KC വേണുഗോപാൽ മന്ത്രിയായ സമയത്ത് കയറിയെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതുകൊണ്ട് ഞങ്ങളാകെ പെട്ടുപോയി. അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലുണ്ട്, ആകെ മൊത്തത്തിൽ മലീമസമായി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ CPM-ന്. ആകെ നാറ്റ കേസായിരിക്കുന്നു. ആകെ അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നാറ്റ കേസായി നിൽക്കുന്ന ഒരു പാർട്ടിയും ആളുകളുമായി മുന്നോട്ട് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് ശക്തമായി തിരിച്ചടി കിട്ടിയപ്പോൾ വരാനിക്ക തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന്റെ മൂലങ്ങ് ചാർത്തി അങ്ങ് രക്ഷപ്പെട്ട് കളിയാമെന്നാണ് കരുതുന്നെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ കൃത്യ ബോധ്യമുള്ളവരാണ്. അവർ കാണുന്നുണ്ട് ഈ പറയുന്ന CPM-ന്റെ ഒരു വാദഗതിയും നിലനിൽക്കില്ല എന്നുള്ളത് ഞങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട്. തെറ്റുകൾ ആര് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് തന്നെയാണ് ആ നിലപാട് ഞങ്ങൾക്ക്. ശരി. Debate with Smriti Parithikar.